യുവനടിയുടെ വെളിപ്പെടുത്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിച്ച് ഞാൻ കണ്ടില്ല. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിയമപരമായ പരാതി ഉള്ളതായിട്ട് നമുക്കറിയില്ല. അപ്പോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും വരുന്ന ഓഡിയോ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിലാണോ കേരള പോലീസ് കേസെടുത്ത് തുടങ്ങുന്നത്? അങ്ങനെ ഒരു നടപടിക്രമങ്ങൾ കേരള പോലീസ് തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് കൂടി അറിയണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരായിട്ട് നടക്കുന്ന ഈ കേസെടുക്കല് അത് ശരിക്കും പിണറായി വിജയനുള്ള എതിരായിട്ട് ശക്തമായിട്ട് സംസാരിക്കുന്ന നേതാക്കന്മാരെ വരട്ടാൻ കിട്ടുന്ന ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അല്ലെങ്കിൽ ഇത്തരം സമീപനങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനൊക്കെ ആയിരുന്ന പാലക്കാടത്തെ കൃഷ്ണകുമാറിനെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഇരയുടെ ഐഡന്റിറ്റി പോലും വെളിവാക്കപ്പെടുന്ന രീതിയിൽ ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ. ബി.ജെ.പി നേതാവിനെതിരെ കേസെടുക്കണ്ടേ? സ്വപ്ന സുരേഷ് വന്ന് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച തോമസ് ഐസക്കിനും കടകംപള്ളി സുരേന്ദ്രനും ശ്രീരാമകൃഷ്ണനും എതിരായിട്ട് കേസെടുക്കണ്ടേ? അന്നൊന്നും എന്റെ സ്വമേധയാ കേസെടുക്കാതിരുന്നത്. അപ്പൊ ഈ പിണറായി വിജയന്റെ സർക്കാരിന്റെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് അത് അദ്ദേഹത്തെ വിമർശിക്കുന്നവരുടെ കാര്യത്തിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഇത് ഒരു കാരണവശാലും കോടതിയിൽ നിലനിൽക്കാൻ സാധ്യതയില്ലാത്തൊരു കേസാണ്. കാരണം കേസുകളുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വർത്തമാനങ്ങളുടെ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടിന്റെ അടിസ്ഥാനത്തിലൊന്നും അതൊക്കെ പ്രൈമറി എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുന്ന കേസുകൾ നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതിയുടെ തന്നെ പലവിധ ഡിറക്ഷൻസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോ എന്തടിസ്ഥാനത്തിൽ ഇപ്പൊ കേസെടുക്കാൻ DGPക്ക് നിയമോപദേശം കൊടുത്തവനെ നമുക്കൊന്ന് കണ്ടാക്കൊള്ളാം. ആരാണ് ഇത്ര നിയമോപദേശം കൊടുക്കുന്നത്? നമ്മൾ പ്രതിവർഷം 133 കോടിയിലധികം രൂപ കേരളത്തിലെ സർക്കാർ വക്കീലന്മാർക്ക് പൊതുഖജനാവിൽ കൊടുക്കുന്നുണ്ട്. സാമാന്യ നിയമവിവരം പോലും ഇല്ലാത്ത ഇത്തരം നിയമോപദേശം കൊടുക്കുന്നവരെ നമുക്കൊന്ന് കാണണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിക്കാരി ആരാണ് അവർ രാഹുലിനെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത്? ആരുടെ പരാതിക്ക് വേണ്ടിയിട്ടാണ്, പരാതിയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്? നാളെ കേരളത്തിലെ പ്രോസിക്യൂഷൻ കോടതിയിൽ ആർക്ക് വേണ്ടിയിട്ടാണ് കേസ് വാദിക്കുന്നത്? ഇതിനൊക്കെ മറുപടി നമുക്ക് കിട്ടണ്ടേ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.